കടലാസ് രഹിത ബജറ്റ്. യൂണിയൻ ബജറ്റ് ആപ്പിൽ മുഴുവൻ വിവരങ്ങളും. വീണ്ടും ഒരു ബജറ്റ് കാലം വരവായി. തന്റെ 6ാം ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താവും ധനമന്ത്രിയുടെ മനസ്സിലിരിപ്പ്? നമസ്കാരം. 2024 ഫെബ്രുവരി 1 അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇത്തവണ ബജറ്റ് ചെലവുകൾ മാത്രം കാണിക്കുന്നതായിരിക്കും. അത്ഭുതാവഹമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിലുണ്ടാവില്ല. പറഞ്ഞത് ബജറ്റിനെ കുറിച്ച് ഏറ്റവും ആധികാരിക വിവരം നൽകാൻ കഴിയുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ്. ലോകത്തിന്റെ പകുതിയോളം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈ വർഷം നമ്മുടെയും തെരഞ്ഞെടുപ്പ് വർഷമാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താതെ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം അവതരിപ്പിച്ചു പോകാൻ ധനമന്ത്രി തയ്യാറായേക്കില്ലെന്നാണ് ഒരു കൂട്ടം വിദഗ്ധർ പറയുന്നത്. വോട്ട് ഓൺ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാലും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഹായിക്കുന്ന ഇടക്കാല ബജറ്റ് തന്നെയാകും നിർമ്മല സീതാരാമന്റെ മനസ്സിലിരിപ്പെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സർക്കാരിന് ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കാനാവില്ല. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റൊരു സർക്കാരാണെങ്കിലോ അവർക്ക് അവരുടേതായ നയങ്ങളും ബജറ്റ് സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ വരുമ്പോൾ സാധ്യമാകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇടക്കാല ബജറ്റിലേക്ക് പോവുക. രണ്ടായാലും പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം പുതിയ മുഴുനീള ബജറ്റ് അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഇടക്കാല ബജറ്റ് പുതിയ ധനമന്ത്രി അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ വോട്ട് ഓൺ അക്കൗണ്ടും ഇടക്കാല ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നൊരു ചോദ്യം ഉയരും. ഇത് രണ്ടും ഒന്നാണെന്ന ധാരണയാണ് പലർക്കും. രണ്ടും ഒന്നാണോ? അല്ല. എന്താണ് ഒരു വോട്ട് ഓൺ അക്കൗണ്ട്? സർക്കാരിന്റെ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ അടക്കമുള്ള വരുമാനം മുഴുവൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അഥവാ CFIയിലാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമത്തിന്റെ സഹായത്തോടെയല്ലാതെ ഒരു സർക്കാരിനും ഈ ഫണ്ടിൽ നിന്ന് പണമെടുക്കാനാകില്ല. അതിനാൽ ബജറ്റിനൊപ്പം ഫണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കുന്ന അപ്രോപ്രിയേഷൻ ബിൽ പാർലമെന്റിൽ പാസാക്കിയാണ് ചെലവുകൾക്ക് പണം നൽകുന്നത്. ഇത്തവണ ഫുൾ ബജറ്റ് അല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെയുള്ള ചെലവുകൾക്ക് പാർലമെന്റിന്റെ അനുവാദം വേണം. അത് വോട്ട് ഓൺ അക്കൗണ്ടിന്റെ രൂപത്തിലാണ്. സർക്കാരിന്റെ ചെലവുകൾ മാത്രം അവതരിപ്പിച്ച് പാസാക്കും. ഇതേ രീതിയിൽ തന്നെയാണ് ഇടക്കാല ബജറ്റും പാസാക്കുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്നല്ലേ? നികുതി നിർദ്ദേശങ്ങളോ പരിഷ്കാരങ്ങളോ മറ്റ് പദ്ധതി പ്രഖ്യാപനങ്ങളോ വോട്ട് ഓൺ അക്കൗണ്ടിൽ ഉണ്ടാകില്ല. എന്നാൽ ഇടക്കാല ബജറ്റിൽ നികുതി സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വോട്ട് ഓൺ അക്കൗണ്ട് പറയുന്നത് ചെലവ് കണക്കുകൾ മാത്രമാണ്. എന്നാൽ ഇടക്കാല ബജറ്റിൽ വരവും ചെലവും കാണിക്കും. ചർച്ചയില്ലാതെയാണ് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുന്നത്. എന്നാൽ ചില പ്രഖ്യാപനങ്ങൾ ഉള്ളതിനാൽ അത് ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് ഇടക്കാല ബജറ്റ് പാസാക്കുന്നത്. ഇടക്കാല ബജറ്റിന്റെ ഭാഗമായി മാത്രമേ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കാനാകൂ. സാധാരണ 2 മാസമാണ് വോട്ട് ഓൺ അക്കൗണ്ടിന്റെ കാലാവധി. വേണ്ടി വന്നാൽ ഇത് നീട്ടാം. എന്നാൽ ഇടക്കാല ബജറ്റിന് 1 വർഷം വരെയൊക്കെ വാലിഡിറ്റി ഉണ്ട്. അവസാന ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് 2019 കേന്ദ്ര ധനമന്ത്രിയായിരുന്ന പീയൂഷ് ഗോയലായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 73 വാർഷിക ബജറ്റുകളും 14 ഇടക്കാല ബജറ്റുകളും 4 സ്പെഷ്യൽ ബജറ്റുകളും ഇന്ത്യ കണ്ടു. ഇടക്കാല ബജറ്റിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകുമോ ധനമന്ത്രി? ഇപ്പോൾ എവിടെയും ചർച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാണ്. AI-ക്കായി എന്ത് പ്രഖ്യാപനമാകും ബജറ്റിലുണ്ടാവുക? കഴിഞ്ഞ ബജറ്റിൽ AI എക്സലൻസ് സെന്ററുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണ അതിനനുബന്ധമായി AI സാക്ഷരത, സുസ്ഥിര പരിസ്ഥിതിക്കായുള്ള AI, ആരോഗ്യ മേഖലയിലേക്ക് AI എന്നിങ്ങനെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. 2023 സെപ്റ്റംബറിൽ കർഷകരെ സഹായിക്കുന്നതിനായി ഒരു AI ചാറ്റ് ബോട്ട് ഇന്ത്യ വികസിപ്പിച്ചിരുന്നു. ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി വ്യാപനം വരുമ്പോൾ ഇന്ത്യ അതിന്റെ പതാകവാഹകരാകാൻ ശ്രമിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഇടക്കാല ബജറ്റെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യാപാരികൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ദേശീയ തലത്തിൽ ഒരു ചില്ലറ വിൽപ്പന നയം, ഇ-കൊമേഴ്സ് നയം, ഉപഭോക്തൃ നയത്തിൽ മാറ്റങ്ങൾ. ഇതിനുപരിയായി ഇത്തവണ വ്യാപാരികൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ഒരു രാജ്യം ഒരു നികുതി എന്നതോടൊപ്പം ഒരു ലൈസൻസ് എന്ന ആശയം കൂടിയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കാൻ ധനമന്ത്രിക്കാകുമോ എന്ന് ചോദ്യമുണ്ട്. കർഷകർക്കായുള്ള PM കിസാൻ സമ്മാൻ നിധിയിൽ നൽകുന്ന തുക ഉയർത്താൻ സാധ്യതയുണ്ട്. ഓരോ കർഷകനും ലഭിക്കുന്ന തുകയിൽ 3000 രൂപയുടെ വരെ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അധിക ബാധ്യത അങ്ങനെ വന്നാൽ സാമ്പത്തിക വർഷം 250 മുതൽ 300 വരെ ബില്യൺ രൂപ സർക്കാരിന് കണ്ടെത്തേണ്ടി വരും. ദരിദ്രർക്കും വനിതകൾക്കും തൊഴിലില്ലാത്തവർക്കുമായി കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി കൂടുതൽ തുക മാറ്റിവെച്ചേക്കും. ഗ്രാമങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി തുക കൂട്ടിയേക്കും.
$5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ചാ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നടപടികളിൽ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ വ്യവസായ ഭൂമികയെ പുനർനിർമ്മിക്കാനാകുന്ന പരിഷ്കാരങ്ങൾ, നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി അഹമ്മദാബാദ്, കൊൽക്കത്ത, കോയമ്പത്തൂർ, ജയ്പൂർ അടക്കമുള്ള ടയർ 2 ലൊക്കേഷനുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനുള്ള സാധ്യതയുമുണ്ട്. മെച്ചപ്പെട്ട കയറ്റുമതി ആനുകൂല്യങ്ങൾ, കോർപ്പറേറ്റ് നികുതിയിൽ കുറവ് വരുത്തുക, ഗിഫ്റ്റ് സിറ്റിയിലെ ആനുകൂല്യങ്ങൾ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിച്ചേക്കും. ഇൻക്യുബേഷൻ ഹബ്ബുകളിലൂടെ നവീകരണം, ഗവേഷണ വികസനത്തിനുള്ള വെയ്റ്റഡ് ഇളവുകൾ പുനഃസ്ഥാപിക്കുക, GST ക്രെഡിറ്റുകൾ സുഗമമാക്കുക, HRA ആനുകൂല്യങ്ങൾക്കായി ബംഗളൂരുവിനെ മെട്രോ നഗരമായി പരിഗണിച്ചേക്കും എന്നത് ചെലവ് കുറഞ്ഞ ഭവനങ്ങൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്ന് വ്യവസായികളുടെ സംഘടന CII വ്യക്തിഗത നികുതി വ്യവസ്ഥ പരിഷ്കാരങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ശമ്പളമുള്ളവരും ഇല്ലാത്തവരും ആശ്രയിക്കുന്ന NPS-ലേക്കുള്ള വ്യക്തിഗത സംഭാവനയ്ക്ക് അധിക കിഴിവുണ്ടായേക്കാം. മൂലധന ചെലവ് കൂട്ടാനുള്ള ശ്രമം തുടരും. സ്വകാര്യ മൂലധന ചെലവ് കൂട്ടാനും നിർദ്ദേശമുണ്ടാകും. ധനക്കമ്മി ലക്ഷ്യം 4.6% നിജപ്പെടുത്താം. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കാം. 3 നിരക്ക് ഘടനയിലേക്ക് ചരക്ക് സേവന നികുതി മാറ്റാനുള്ള നിർദ്ദേശവും പ്രതീക്ഷിക്കുന്നുണ്ട്. അവശ്യ വസ്തുക്കൾക്കുള്ള കുറഞ്ഞ നിരക്ക്, മറ്റു വസ്തുക്കൾക്ക് സ്റ്റാൻഡേർഡ് നിരക്ക്, ആഡംബര വസ്തുക്കൾക്ക് കൂടിയ നിരക്ക് എന്നതാണ് 3 റേറ്റ് GST വ്യവസ്ഥ. ഇനി GSTക്ക് പുറത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, റിയൽ എസ്റ്റേറ്റ് എന്നിവ ചരക്ക് സേവന നികുതിയുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവരുമോ എന്ന സൂചനയും ധനമന്ത്രി നൽകിയേക്കാം. ഭക്ഷ്യ സബ്സിഡിക്കുള്ള ഗുണഭോക്തൃ മാനദണ്ഡം പുതുക്കിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കി പരിഷ്കരിച്ചേക്കും. വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടായേക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാവസായിക വികസനത്തിനും ഹരിത ഭാവിക്കുമുള്ള നടപടികളാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ ധാതു സാധ്യത പരിവേഷണം ചെയ്യാൻ പ്രോത്സാഹനം, കമ്മ്യൂണിറ്റി വികസന ശ്രമങ്ങൾ കാര്യക്ഷമമാക്കൽ എന്നിവയും ഉണ്ടായേക്കും. യുവാക്കളുടെ കഴിവുകളും പുതുമയെ സ്വീകരിക്കാനുള്ള മനോഭാവവും പരിപോഷിക്കുന്ന പ്രഖ്യാപനങ്ങളും ധനമന്ത്രിയുടെ മനസ്സിലുണ്ടാകും. എന്തായാലും കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളെ ഉത്തേജിപ്പിക്കാനും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനുമൊക്കെയുള്ള നടപടികൾ ബജറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനായി ഹൽവ സെറിമണിക്ക് ശേഷം ബജറ്റ് തയ്യാറാക്കലിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ ധനമന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ താമസം തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർ സ്വവസതികളിലേക്ക് പോകുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമാകും. വാൽകഷ്ണം. രാഷ്ട്രീയ വാർത്തകളും പരസ്പരമുള്ള ചെളിവാരിയെറിയലും ഒക്കെ കാണുന്നതിനൊപ്പം ഉറപ്പായും ബജറ്റുകൾ കാണണം. നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ടോ? ഓരോ ബജറ്റിലും പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെ, അത് നടപ്പാക്കുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പൗരനെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സർക്കാരുകൾ ജനത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നതെന്തെന്നും ചെയ്യാത്തതെന്തെന്നും ചെയ്യേണ്ടതെന്തെന്നും അറിയേണ്ടതും അതിനായി പ്രേരിപ്പിക്കേണ്ടതും ഓരോ പൗരനുമാണ്. അത് നമ്മുടെ കടമയാണ്. നാം അർഹിക്കുന്ന ഭരണകൂടമാണ് നമുക്ക് ലഭിക്കുന്നത്. മറക്കരുത്, ഈ മാസം 1-നുള്ള കേന്ദ്ര ബജറ്റും 5-ന് പ്രഖ്യാപിക്കുന്ന സംസ്ഥാന ബജറ്റും ഉറപ്പായും കാണണം. ചോദ്യങ്ങൾ ചോദിക്കണം. സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാകണം. അങ്ങനെ ബോധ്യമുള്ള ജനങ്ങളെ ഒരു ഭരണകൂടത്തിനും കബളിപ്പിക്കാനാവില്ല.